റാൻഡി ഓർട്ടൺ ഈസ് ബാക്ക് മക്കളെ. റാൻഡി ഓർട്ടൺ ഈസ് ബാക്ക്. റാൻഡി തിരിച്ചു വന്നുകൊണ്ട് കോഡി റോഡ്സിനിട്ട് ഒരു കിഡിലൻ RKO കൊടുക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ ഇതുവരെ ചെയ്യാത്തതുപോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ട്രിബ്യൂട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ ഹെൽ ഇൻ എ സെൽ മാച്ചിൽ മറ്റാരുമായിരുന്നില്ല, അണ്ടർടേക്കറിന്റെ ഒരു കിഡിലൻ ട്രിബ്യൂട്ട് അണ്ടർടേക്കറിന്റെ ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ബ്രോക്ക് ലെസ്നർ ഓബഫമിക്കിട്ട് ചെയ്യുകയുണ്ടായി. വേറെ ലെവൽ ഷോ തന്നെയായിരുന്നു. റസൽമേനിയെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ സമ്മർ സ്ലാം ഈസ് ഫാർ 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 ബെറ്റർ. കിഡിലൻ ഷോ ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമ്മർ സ്ലാമിന്റെ ഡേ 1ന്റെ ഫുൾ ഷോ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സമ്മർ സ്ലാം ഡേ 1ൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷോ ഏതാണ്, ഏത് മാച്ചാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. വീഡിയോ എവിടെയെങ്കിലും വെച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ. ജേക്കബ് ഫാറ്റു ആൻഡ് ഉസോസ് വേഴ്സസ് സോളോ സിക്കോവ, LA നൈറ്റ് ആൻഡ് റോയ്സ് കീസ് തമ്മിലുണ്ടായിരുന്ന ഒരു 6-man ടാഗ് ടീം മാച്ച് ആയിരുന്നു. ഈ ഒരു സമ്മർ സ്ലാമിൽ ഒരു റെസിൽമേനിയ ലെവൽ എൻട്രൻസ് ആയിരുന്നു എല്ലാവരും നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ കോസ്റ്റ്യൂം എല്ലാം തന്നെ ധരിച്ചുകൊണ്ടായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നതും. ഇവരിൽ ഏറ്റവും കൂടുതൽ കയ്യടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് LA നൈറ്റിന് തന്നെയായിരുന്നു. അതുപോലെ സോളോയും വളരെ കിട്ടിലനായിട്ട് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഹീൽ ക്യാരക്ടറിൽ നിന്ന് മാറിയ സമയത്ത് തന്നെ സോളോ അടിപൊളിയായിട്ടുണ്ട്. ഫാൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോളോ ഭയങ്കര ഒരു കോമിക് ക്യാരക്ടറായിട്ടൊക്കെയാണ് മാച്ചിനിടയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ജെയോസോയെ തല്ലിയതിന് ശേഷം ജെയോസോയുടെ മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും ഫാൻസിൻ്റെ കൂടെ നിന്നിട്ട് ഈറ്റെല്ലാം തന്നെ പറയാൻ വേണ്ടിയിട്ടും സോളോ ചെയ്യുന്നതെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിരുന്നു. മാച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് അടുക്കുമ്പോൾ ജെയോസോ LA നൈറ്റിനെ ഒരു സ്പിയർ ചെയ്യുകയുണ്ടായി. സ്പിയർ ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ LA നൈറ്റ് അവിടെ തോറ്റുകൊടുത്തില്ല. LA നൈറ്റ് ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു സൂപ്പർ പ്ലക്സ് ചെയ്യുകയുണ്ടായി. ജെയോസോയെ സൂപ്പർ പ്ലക്സ് ചെയ്ത് നിലത്തേക്ക് വീണ സമയത്ത് തന്നെ ജിമ്മി യൂസോയുടെ വക ഒരു സ്പ്ലാഷ് അവിടെ കൊടുത്തു. ജിമ്മി യൂസോ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ സോളോയുടെ വക അദ്ദേഹത്തിന്റെ ഫിനിഷർ അവിടെ കൊടുത്തു. സോളോ ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ ജേക്കബ് ഫാറ്റു അദ്ദേഹത്തിന്റെ ഫിനിഷർ അവിടെ കൊടുത്തു. ജേക്കബ് അവിടെ നിന്ന് ആഘോഷിക്കുന്ന സമയത്ത് പുറകിൽ അതാ നിൽക്കുന്നു റോയ്സ് കീസ്. അദ്ദേഹത്തിന്റെ വക ഒരു സ്പൈൻ ബസ്റ്റർ കൊടുക്കുകയുണ്ടായി. ബാരിക്കേഡിന്റെ മുകളിലേക്ക് റോയ്സ് കീസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്ന ജേക്കബ് ഫാറ്റുവിനെയും കൊണ്ട് ഒരു പവർ സ്ലാം റോയ്സ് കീസ് ബാരിക്കേഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുകയുണ്ടായി. ജെയൂസോയും ജിമ്മിയൂസോയും ഒരുമിച്ച് നിന്നുകൊണ്ട് 1D ഫിനിഷർ ചെയ്തുകൊണ്ട് LA നൈറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ പുറകിൽ നിന്നും സോളോ വന്നുകൊണ്ട് ജിമ്മിയൂസോയെ അദ്ദേഹത്തിന്റെ സമോൻ സ്പൈക്ക് ചെയ്യുകയുണ്ടായി. അതെ, ജിമ്മിയൂസോ അവിടെ നിന്നും ബോധരഹിതനായി പോയി. LA നൈറ്റ് ജെയൂസോയെ അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്തു. LA നൈറ്റ് ആ ഒരു മാച്ചിൽ വിജയിച്ചു. LA നൈറ്റ്, സോളോ ആൻഡ് റോയ്സ് കീസ് ആയിരുന്നു ഈ ഒരു 6-man ടാഗ് ടീം മാച്ചിൽ വിജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. മാച്ച് അവസാനിച്ചതിന് ശേഷം സോളോ LA നൈറ്റിനോട് വാടാ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞു. LA നൈറ്റ് ആദ്യം പോയെങ്കിലും പിന്നീട് വന്ന് അവർ രണ്ടുപേരും കൂടി അവിടെ ഹഗ് ചെയ്യുകയുണ്ടായി. ഈ ഒരു മാച്ചിൽ സോളോ നമ്മുടെ ബ്ലഡ് ലൈനിന്റെ കൂടെ കയറുമെന്നെല്ലാം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യം ഒന്നും തന്നെ നടന്നിട്ടില്ല. നമ്മുടെ പ്രഡിക്ഷനും അവിടെ തെറ്റിപ്പോയി. അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ഗുന്തർ വേഴ്സസ് നിക്ക് ആൽഡിസ് തമ്മിലുള്ള മത്സരമായിരിക്കും. ഒരൊറ്റ സ്മാക്ഡൗൺ എപ്പിസോഡ് കൊണ്ട് എനിക്ക് വളരെയധികം ഹൈപ്പ് കയറിയിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു ഗുന്തർ വേഴ്സസ് നിക്ക് ആൽഡിസ് തമ്മിലുണ്ടായിരുന്നത്. ഫിൻ ബാലറിനെയും സാമി സെയിനെയും ഗുന്തർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷകനായിട്ട് നിക്ക് ആൽഡിസ് വന്നതും നിക്ക് ആൽഡിസിന് നമുക്കൊരു പക്ക ഹീറോ മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നതും ആ ഒരൊറ്റ സ്മാക്ഡൗൺ എപ്പിസോഡ് കൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഗുന്തറിന്റെ എൻട്രൻസ് അവിടെ കാണുകയുണ്ടായി. അതിനുശേഷം നിക്ക് ആൽഡിസിന്റെ എൻട്രൻസിനെ ഫാൻസിന് വളരെയധികം ആവേശമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജനറൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പഴയ TNAയിൽ അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നും തോന്നുന്നു. TNAയിലെ ലെജൻസിനെതിരെ വരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന കിഡിലൻ റെസ്ലർ ആയിരുന്നു നിക്ക് ആൽഡിസ്. അദ്ദേഹത്തിന്റെ 3 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് ഈ സമ്മർ സ്ലാമിൽ നിറവേറ്റാൻ വേണ്ടി പോകുന്നത്. WWE ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ്. ഫാൻസിന് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് അദ്ദേഹത്തിനെ. അത് ഫാൻസിന്റെ ചാൻഡിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. മാച്ച് തുടങ്ങി വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് മാച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആ മാച്ചിന്റെ ഇടയ്ക്ക് ഗുന്തർ നിക്ക് ആൽഡിസിനെ തന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. ലെജൻഡ് റെസ്ലേഴ്സിനെ എല്ലാവരെയും തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലീപ്പർ ഹോൾഡ് വെച്ച് നിക്ക് ആൽഡിസിനെ ഇപ്പോൾ തന്നെ തോൽപ്പിക്കുമോ? പക്ഷേ നിക്ക് ആൽഡിസ് അതിന് സമ്മതിച്ചില്ല. ഗുന്തറിനെയും കൊണ്ട് ടേൺ ബക്കിളിന്റെ അവിടേക്ക് പോയി ഗുന്തറിന്റെ തല ആ ഒരു ടേൺ ബക്കിളിൽ ഇടിപ്പിക്കുകയുണ്ടായി നിക്ക് ആൽഡിസ്. ഒരു തവണ ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി ഗുന്തറിന്റെ മേലേക്ക് ചാടാൻ ശ്രമിച്ചത് പിഴച്ചെങ്കിലും രണ്ടാമത് വീണ്ടും നിക്ക് ആൽഡിസ് ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി എൽബോ ഡ്രോപ്പ് കൊടുത്തു. 1 അല്ല 2 തവണ. പിന്നീടായിരുന്നു നിക്ക് ആൽഡിസ് അദ്ദേഹത്തിന്റെ സബ്മിഷൻ മൂവ് ഗുന്തറിന്റെ മേൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ സ്മാക്ഡൗണിൽ എടുത്തിട്ടുണ്ടായിരുന്ന അതേ മൂവ് തന്നെ ഈ ഒരു സമ്മർ സ്ലാമിലും കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഷാർപ്പ് ഷൂട്ടറിന്റെ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു മൂവ് തന്നെയായിരുന്നു. നിക്ക് ആൽഡിസ് കഷ്ടപ്പെട്ടത് പിടിച്ചെങ്കിലും ഗുന്തർ എങ്ങനെയൊക്കെയോ റിംഗ് റോപ്പിൽ കൈയെത്തിച്ച് ആ ഒരു സബ്മിഷൻ മൂവിൽ നിന്നും
പിടിപിടിപ്പിക്കുകയുണ്ടായി. ഗുന്തറിന് വളരെയധികം ദേഷ്യം പിടിച്ചു. അദ്ദേഹത്തിന്റെ സബ്മിഷൻ മൂവ് അഥവാ സ്ലീപ്പർ ഹോൾഡ് വീണ്ടും നിക്ക് ആൽഡിസിനെ ചെയ്യുകയുണ്ടായി. ആ ഒരു സ്ലീപ്പർ ഹോൾഡിൽ നിന്നും പിടിവിടാൻ വേണ്ടി നിക്ക് ആൽഡിസ് 18 പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം തോറ്റു കൊടുക്കേണ്ടി വന്നു. നിക്ക് ആൽഡിസ് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ദ റിംഗ് ജനറൽ ഗുന്തർ. ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിക്ക് ആൽഡിസിനെ കണ്ടാൽ തോന്നുന്നില്ല. ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തിൽ ആദ്യമായിട്ടാണ് നിക്ക് ആൽഡിസ് ലൈവ് ഫാൻസിന്റെ ലൈവ് ക്രൗഡിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നത്. ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും തന്നെയല്ലായിരുന്നു. നിക്ക് ആൽഡിസിന്റെ കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു മാച്ചിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. മത്സരം കഴിഞ്ഞ് നിക്ക് ആൽഡിസ് ഒറ്റയ്ക്ക് റിംഗിൽ നിന്ന സമയത്ത് ഫാൻസ് മുഴുവൻ അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് ഒവേഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിന്ന് ഫാൻസ് മുഴുവൻ അദ്ദേഹത്തെ കൈയടിക്കുകയുണ്ടായി. യു സ്റ്റിൽ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസ് മുഴുവൻ നിക്ക് ആൽഡിസിനെ കൈയടിക്കുകയുണ്ടായി. അതായത് നിനക്ക് ഇപ്പോഴും അതിനുള്ള കഴിവുണ്ട്, നീ ഇപ്പോഴും സൂപ്പറാണ് എന്നുള്ള രീതിയിലായിരുന്നു ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും നിക്ക് ആൽഡിസ് മത്സരിക്കാൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീടായിരുന്നു സമ്മർ സ്ലാം ഡേ 1ന്റെ മെയിൻ ഇവന്റ് ആക്കുമെന്നുള്ളത് ആദ്യമേ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സ് വേഴ്സസ് സിഎം പങ്ക് തമ്മിലുള്ള മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമേ മെയിൻ ഇവന്റ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഒരുപാട് റിട്ടേണുകൾ ഈ ഒരു മാച്ചിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ സമ്മർ സ്ലാമിന്റെ ഡേ 1 തുടങ്ങുന്നതിന് മുൻപേ ആയിരുന്നു ഈ പ്ലാനുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഓബാഫമി തമ്മിലുള്ള മത്സരമായിരിക്കും മെയിൻ ഇവന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഒരു സംശയമുണ്ടായിരുന്നു, ഇനി ആ ഒരു മാച്ച് മെയിൻ ഇവന്റ് ആക്കി വെച്ചത് ബ്രോക്കിന്റെ റിട്ടയർമെന്റ് മാച്ച് ആക്കിയിട്ടായിരിക്കുമോ കൺഫേം ചെയ്തിട്ടുണ്ടായിരിക്കുക, അതുകൊണ്ടാണോ മെയിൻ ഇവന്റ് ആക്കിയത് എന്നെല്ലാം തന്നെ. അതുപോലെ തന്നെ ഇനി ഈ ഒരു മാച്ചിൽ റിട്ടേണുകൾ ഇല്ലാത്തത് കൊണ്ടാണോ മെയിൻ ഇവന്റിൽ നിന്നും ഒഴിവാക്കിയത് എന്നെല്ലാം തന്നെ. എന്തായാലും ആ ഒരു മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. സിഎം പങ്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ളത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് കോഡി റോഡ്സും സിഎം പങ്കും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇതുപോലെയുള്ള ഒരു പേപ്പർ വ്യൂവിൽ വെച്ചിട്ട്. വളരെ സ്ലോ ആയിട്ട് തന്നെയായിരുന്നു ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാച്ചിന്റെ ഇടയ്ക്ക് സിഎം പങ്കിന്റെ കാലിന് ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റുകയുണ്ടായി. ഞൊണ്ടിക്കൊണ്ടായിരുന്നു സിഎം പങ്ക് പിന്നീട് ആ ഒരു മത്സരത്തിൽ പെർഫോം ചെയ്തത്. ആ ഒരു കാലിന് തന്നെ ഉന്നം വെച്ചുകൊണ്ട് കോഡി റോഡ്സ് അറ്റാക്ക് ചെയ്യുന്നതും ഒരുപാട് തവണ ഇടിക്കുന്നതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കോഡി ഒരു സൂപ്പർ കട്ടർ ടേൺ ബക്കിളിന്റെ ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ട് പങ്കിന്റെ മേലേക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ പങ്ക് തോറ്റു കൊടുത്തില്ല. പങ്ക് ശരിക്കും ആ സമയമായപ്പോഴേക്കും അവശനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു. കോഡി റോഡ്സ് അദ്ദേഹത്തിന്റെ ഫിനിഷർ ക്രോസ് റോഡ്സ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ സിഎം പങ്ക് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ പങ്കിന്റെ ലെഫ്റ്റ് ലെഗിന് വീണ്ടും ഇഞ്ചുറി പറ്റിക്കാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് ശ്രമിക്കുകയുണ്ടായി. പക്ഷേ പങ്ക് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിന്റെ ഗോ ടു സ്ലീപ്പ് ചെയ്തു. പക്ഷെ ഗോ ടു സ്ലീപ്പിൽ നിന്നും പങ്കിന്റെ ഇടതുകാൽ കോഡി റോഡ്സ് കൈവശപ്പെടുത്തി പങ്കിനെ സബ്മിഷൻ മൂവ് ചെയ്യുകയുണ്ടായി. പങ്കിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് കോഡി റോഡ്സിന്റെ കാലിനിടയിലായിരുന്നു. ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഒരു കാലിന് തന്നെ കോഡി ഉന്നം വെക്കണമെന്നുണ്ടെങ്കിൽ കോഡി റോഡ്സ് ഒരു വില്ലനിസമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിഎം പങ്ക് ആ ഒരു സബ്മിഷൻ മൂവ് നേരെ തിരിച്ചുകൊണ്ട് കോഡി റോഡ്സിന്റെ കാലിന് തന്നെ കൊടുക്കുകയുണ്ടായി. അതോടുകൂടി കോഡിക്കും കഴിയാതെ ആയപ്പോൾ സിഎം പങ്ക് എങ്ങനെയൊക്കെയോ മറിഞ്ഞ് റിംഗ് റോപ്പിൽ പിടിച്ചു. ആ ഒരു സബ്മിഷൻ മൂവ് കോഡി റോഡ്സിനെ വിടേണ്ടി വന്നു. സിഎം പങ്കിന്റെ കാലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ എന്നാലും തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിഎം പങ്ക് അവിടെ ഇരിക്കുന്നത്. പക്ഷേ കോഡി റോഡ്സ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത് സിഎം പങ്കിന്റെ കാലിന് തന്നെയായിരുന്നു. ആ ഒരു കാല് മടക്കി വീണ്ടും ഒരു സബ്മിഷൻ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സിഎം പങ്ക് അത് മാറ്റിക്കൊണ്ട് കോഡിയുടെ തലയെടുത്ത് ഒരു സബ്മിഷൻ മൂവിലേക്കായിരുന്നു സിഎം പങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോഡി റോഡ്സും ഇതുപോലെ തന്നെ തന്റെ കാൽ റിംഗ് റോപ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു സബ്മിഷൻ മൂവിൽ നിന്നും വിടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സിഎം പങ്ക് ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി കോഡി റോഡ്സിനെ എടുത്തുയർത്തി. എന്നാൽ കോഡി റിംഗ് റോപ്പിൽ പിടിച്ചു. അതിൽ നിന്നും എങ്ങനെയൊക്കെയോ താഴ്ന്നു വന്നു. കോഡി ഒരു അലബാമ സ്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പങ്കിനെ എടുത്തുയർത്തുകയുണ്ടായി. എന്നിട്ട് പങ്കിനെ പിടിച്ചൊരു 4 റൗണ്ട് അവിടെ കറങ്ങി. പക്ഷെ അലബാമ സ്ലാം ചെയ്യാൻ വേണ്ടി കോഡിക്ക് കഴിഞ്ഞില്ല. കോഡിയുടെ തല തന്നെ കറങ്ങി എന്ന് തോന്നുന്നു. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സിഎം പങ്ക് കോഡി റോഡ്സിനെ തന്റെ സബ്മിഷൻ മൂവ് വീണ്ടും ചെയ്യുകയുണ്ടായി. പിന്നീട് സിഎം പങ്കിന്റെ മൂവുകൾ എങ്ങനെയൊക്കെയോ മാറ്റിക്കൊണ്ട് ഒരു ക്രോസ് റോഡ്സ് ആക്കിയിട്ട് കോഡി റോഡ്സ് മാറ്റി ആ ഒരു ക്രോസ് റോഡ്സ് ചെയ്തു. പക്ഷേ സിഎം പങ്ക് അവിടെ തോറ്റില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ടേൺ ബക്കിളിന്റെ മുകളിൽ കയറുകയുണ്ടായി. സിഎം പങ്കും കോഡി റോഡ്സും. കോഡി റോഡ്സിനെ എങ്ങനെയൊക്കെയോ താഴേക്ക് തള്ളിയിട്ടുകൊണ്ട് സിഎം പങ്ക് ഒരു മൂൺ സോൾട്ട് ചെയ്തു. അത് എവിടെയാണ് വീണത് എന്നുള്ളത് സിഎം പങ്കിന് തന്നെ അറിയില്ല. കാരണം അതൊരു ഫെയിൽഡ് മൂൺ സോൾട്ട് ആയിട്ട് തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിൻ ചെയ്ത് നോക്കി. അതിലെങ്ങാനും കോഡി റോഡ്സ് തോറ്റിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ WWE കത്തിച്ചേനെ. കോഡി റോഡ്സ് തോറ്റില്ല. പിന്നീട് പങ്കിന്റെ സൈഡിൽ നിന്നും കോഡിക്ക് ഒരു ഗോ ടു സ്ലിപ്പ് കൊടുത്തു. അതും കഷ്ടപ്പെട്ടുകൊണ്ട്. പങ്കിനെ പിൻ ചെയ്യാൻ വേണ്ടി വരാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇഴഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോഡി റോഡ്സ് അവിടെ കിക്ക് ഔട്ട് ചെയ്യുകയുണ്ടായി. ഇനി റിംഗിൽ നിന്ന് എത്ര നേരം മത്സരിച്ചിട്ടും ഇവൻ തോൽക്കില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു സിഎം പങ്ക് കോഡി റോഡ്സിനെയും കൊണ്ട് റിംഗ് സൈഡിലേക്ക് അനൗൺസർ ടേബിളിന്റെ ആ ഒരു സൈഡിലേക്ക് വരികയുണ്ടായി.
പങ്ക് കോടിയെ ഒരു ഗോട്ട് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടി അതിൽ നിന്നും ഇറങ്ങി പങ്കിനെ സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. എന്നിട്ട് പങ്കിനെ റിങ്ങിലേക്ക് ഇട്ടു. കോടിയും കൂടി റിങ്ങിലേക്ക് കയറി. പങ്കതാ കോടിയെ എടുക്കുന്നു, ഗോട്ട് സ്ലീപ്പ് ചെയ്യുന്നു. ഇതോടുകൂടി തോറ്റു എന്ന് വിചാരിച്ചു. പക്ഷെ തോറ്റില്ല. കോടി റോഡ്സ് റിംഗ് റോപ്പിൽ കൈകൊണ്ട് പിടിച്ചു. രണ്ടുപേരും വീണ്ടും റിംഗ് സൈഡിലെത്തി. തന്റെ ഇടതുകാലിന് ആ ഒരു ഇഞ്ചുറി പറ്റിയിട്ടും കോടി റോഡ്സിനെ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് കിടത്തുകയുണ്ടായി CM പങ്ക്. എന്നിട്ടതാ ടേൺ ബക്കിളിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നു. ഈ ഒരു ഇഞ്ചുറി പറ്റിയ മനുഷ്യനാണ്, എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു എൽബോ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും കയറിയത് എന്നുള്ളത് എന്തായാലും തോന്നുന്നുണ്ട്. അങ്ങനെ CM പങ്ക് ആ ഒരു ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും കോടി റോഡ്സിന്റെ മേലേക്ക് അദ്ദേഹത്തിന്റെ എൽബോ ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. പക്ഷേ കാല് കുത്തിയിട്ടായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. കോടി റോഡ്സ് അവിടെ നിന്നും മാറിപ്പോവുകയുണ്ടായി. CM പങ്കിന്റെ കഥ കഴിഞ്ഞു. ഈ ഒരു അവസരം എങ്ങനെയെങ്കിലും മുതലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കോടി റോഡ്സ് CM പങ്കിനെയും കൊണ്ട് റിംഗിലേക്ക് വരികയുണ്ടായി. പങ്കിന്റെ കാലിന് നല്ല രീതിയിൽ പരിക്കുണ്ട്. CM പങ്കിനെ ആ ഒരു റെഫറി ചാൾസ് റോബിൻസൺ എന്ത് പറ്റിയെന്ന് നോക്കുന്ന സമയത്ത് കോടി റോഡ്സ് ഒരു സൂപ്പർ കട്ടർ ചെയ്യുകയുണ്ടായി. എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയല്ലോ. ചാൾസ് റോബിൻസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് CM പങ്ക് അവിടെ നിന്നും മാറി ആ ഒരു കോടി കട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നത്, സൂപ്പർ കട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ചാൾസ് റോബിൻസന് തന്നെയായിരുന്നു. എന്ത് പറ്റി എന്നുള്ളത് നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് CM പങ്ക് കോടി റോഡ്സിനെ അദ്ദേഹത്തിന്റെ ഗോട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവ് ചെയ്യുകയുണ്ടായി. ഒരു തവണ ചെയ്തു. കോടി നിലത്ത് വീഴാതെ റിംഗ് റോപ്പിൽ തട്ടി വീണ്ടും തിരിച്ച് CM പങ്കിന്റെ തലയിലേക്ക് തോളിലേക്ക് വീഴുകയുണ്ടായി. അതാ അപ്പോൾ രണ്ടാമത്തെ ഗോട്ട് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂവ് മാറ്റിക്കൊണ്ട് കോടി റോഡ്സ് അദ്ദേഹത്തിന്റെ ക്രോസ് റോഡ്സ് ചെയ്യുകയുണ്ടായി. CM പങ്കിനെ ക്രോസ് റോഡ്സ് ചെയ്തു. ആ ക്രോസ് റോഡ്സ് ചെയ്ത് CM പങ്കിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം CM പങ്ക് ഉരുണ്ടുമറിഞ്ഞ് റിംഗ് സൈഡിലേക്ക് വീഴുകയുണ്ടായി. കോടി റോഡ്സ് റിംഗിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഫാൻസ് മുഴുവൻ ഒരു സൈഡിലേക്ക് നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, അതാ വരുന്നു അണലി, ദ വൈപ്പർ, റാൻഡി ഓർട്ടൺ ഈസ് ബാക്ക് ഗൈസ്. റെസിൽമേനിയ 42 ശേഷം റാൻഡി വന്നു. റിംഗിന്റെ സെന്ററിൽ വെച്ചുകൊണ്ട് കോടി റോഡ്സിന് ഒരു കിടുക്കാച്ചി കിഡിലൻ കിർമാണി RKO കൊടുക്കുകയുണ്ടായി. തന്റെ പ്രതികാരം റാൻഡി ഓർട്ടൺ അവിടെ തീർത്തു. അപ്പോഴേക്കും പുറത്തേക്ക് വീണിട്ടുണ്ടായിരുന്ന CM പങ്കും എഴുന്നേറ്റ് വരികയുണ്ടായി. പങ്ക് കോടി റോഡ്സിനെ ഒരു ഗോട്ട് സ്ലിപ്പ് കൂടി ചെയ്തു. ചാൾസ് റോബിൻസണും അവിടേക്ക് എത്തി. അങ്ങനെ പങ്ക് ആ ഒരു മാച്ചിൽ വിജയിച്ചുകൊണ്ട് സ്റ്റിൽ WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ട് CM പങ്ക് തുടരുകയുണ്ടായി. ഒരു കിഡിലൻ മാച്ചായിരുന്നു, എപ്പിക് മാച്ചായിരുന്നു. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് സമ്മർ സ്ലാമിന്റെ ഡേ 1 ഏറ്റവും ബെസ്റ്റ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഈ ഒരു മാച്ച് തന്നെയായിരുന്നു. CM പങ്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും മാച്ച് കിടിലനാക്കുന്നതിൽ CM പങ്കിനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. മാച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോടി റോഡ്സിന് മനസ്സിലാവാതെ കോടി അവിടെ കിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പിന്നീടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സമ്മർ സ്ലാം ഡേ 1 മെയിൻ ഇവന്റ്, ഓബ ഫെമി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ. ഇത് മെയിൻ ഇവന്റ് ആക്കിയത് ബ്രോക്കിന്റെ റിട്ടയർമെന്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ബ്രോക്കിന്റെ നാടായിട്ടുള്ള മിന്നസോട്ടയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഫാൻസിന് രണ്ടുപേരെയും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വെറും മാച്ച് അല്ല, ഹെൽ ഇൻ എ സെൽ മാച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓബ ഫെമിയുടെ കരിയറിലെ ആദ്യത്തെ ഹെൽ ഇൻ എ സെൽ മാച്ചും ബ്രോക്ക് ലെസ്നറിന്റെ കരിയറിലെ മൂന്നാമത്തെ ഹെൽ ഇൻ എ സെൽ മാച്ചും. ഇതുവരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന 2 ഹെൽ ഇൻ എ സെൽ മാച്ചുകളിലും ബ്രോക്ക് ലെസ്നർ തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതും ദ ഫീനം ഡെഡ്മാൻ അണ്ടർടേക്കറിനെതിരെ. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ബ്രോക്കായിരുന്നു ഓബയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓബയുടെ കയ്യിൽ നിന്നും ബ്രോക്കിന് നല്ല രീതിയിൽ തല്ല് കിട്ടുകയുണ്ടായി. ഓരോ കോർണറിലേക്ക് ഇട്ടുകൊണ്ട് ഓബ ബ്രോക്കിനെ ഇടിച്ചൊരു പരിവമാക്കി. പക്ഷെ ബ്രോക്കിന്റെ കയ്യിൽ ഓബയെ കിട്ടിയതോടുകൂടി അതാ ബ്രോക്ക് സ്റ്റാർട്ട് ചെയ്തു സൂപ്ലക്സ് സിറ്റി. അതെ, ജർമ്മൻ സൂപ്ലക്സുകൾ 1, 2, 3. എന്നാൽ നിങ്ങൾ വിചാരിക്കാത്തൊരു കാര്യം നടന്നു. മൂന്നാമത്തെ ജർമ്മൻ സൂപ്ലക്സ് ചെയ്തതിന് ശേഷം ബ്രോക്ക് ലെസ്നർ തിരിഞ്ഞപ്പോൾ അതാ നിൽക്കുന്നു ഓബ ഫെമി. അതെ, ആ ഒരു സൂപ്ലക്സിൽ നിന്നും ഓബ നേരെ എഴുന്നേറ്റ് നിൽക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓബ ഫെമി അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള റെസ്ലർ ആയിട്ടാണ് അവിടെ കാണിച്ചത്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി റിംഗ് സൈഡിലേക്ക്, അതായത് സെല്ലിന്റെയും റിംഗിന്റെയും സെന്ററിലേക്ക് ഇറങ്ങി നിൽക്കുകയുണ്ടായി. ബ്രോക്കിനെ സെല്ലിന്റെ മുകളിലേക്കും ബ്രോക്ക് ഓബയെ സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്കും എടുത്തെറിയുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഓബയുടെ അവസരമായിരുന്നു. ഓബ ബ്രോക്കിനെ എടുത്തുകൊണ്ട് സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് എറിയുകയുണ്ടായി. സ്റ്റീൽ സ്റ്റെപ്പും കൂട്ടി ബ്രോക്ക് അപ്പുറത്തേക്ക് വീണു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഓബ ഒരു ടേബിൾ റിംഗിന്റെ താഴെ നിന്നും എടുത്ത് അവിടെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ച് ബ്രോക്കിനെ ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ബ്രോക്കിനെ ഓബ റിംഗിലേക്ക് ഇടുകയുണ്ടായി. റിംഗിൽ സ്റ്റീൽ സ്റ്റെപ്പുകളും സ്റ്റീൽ ചെയറുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രോക്കിന്റെ കയ്യിലേക്കാണ് ആ ഒരു സ്റ്റീൽ സ്റ്റെപ്പ് കിട്ടിയിട്ടുള്ളത്. ആ സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓബ ഫെമിയുടെ തലമണ്ടയ്ക്കായിരുന്നു ബ്രോക്ക് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതും 1 അല്ല 2 അല്ല 3 തവണ. പിന്നീട് ബ്രോക്കിന്റെ കയ്യിൽ നിന്നും ജർമ്മൻ സൂപ്ലക്സ് വീണ്ടും കൊടുത്തു. ഇനി ബ്രോക്കിന്റെ അവസരമാണ്. സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ഓബയുടെ പുറത്തേക്ക് ബ്രോക്ക് തുടരെ തല്ലുകയുണ്ടായി.
സ്റ്റീൽ ചെയറുകൾ നിലത്ത് സെറ്റ് ചെയ്ത് വെച്ച് അതിന്റെ മുകളിലേക്ക് ഓബ ഫെമിയെ സൂപ്ലക്സ് ചെയ്യുകയുണ്ടായി. ഓബയെ ഒരു F5 ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്ക് ശ്രമിച്ചെങ്കിലും ഓബ അതിൽ നിന്നും വഴുതി മാറി ഒരു ചോക്സ്ലാം ആയിരുന്നു ബ്രോക്കിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കോർണറിൽ ഇട്ടുകൊണ്ട് ബ്രോക്കിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന ഓബയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോക്കിന്റെ സൈഡിൽ നിന്നും ഒരു F5ന്റെ ശ്രമമായിരുന്നു. എന്നാൽ ആ ഒരു F5 മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു ചോക്സ്ലാം ഓബ ഫെമി ചെയ്തു. ബ്രോക്കിനെ എടുത്തെറിഞ്ഞു. ഓബ അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കിനെ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പവർ ബോംബ് ചെയ്യുകയുണ്ടായി. എന്നാൽ ബ്രോക്ക് ലെസ്നർ തോറ്റില്ല. ഇങ്ങനെയൊന്നും തോൽക്കാൻ പാടില്ലല്ലോ. ബ്രോക്കിന് ഒരു തവണ പോലും F5 ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതവിടെ തീർന്നു. ബ്രോക്ക് ലെസ്നർ ഓബ ഫെമിയെ F5 ചെയ്തു. ഒന്നല്ല 2 തവണ. എന്നിട്ടും മതിയായില്ല എന്ന് തോന്നിയതുകൊണ്ട് 3ാമത്തെ തവണയും ഓബ ഫെമിക്ക് F5 കൊടുക്കുകയുണ്ടായി. ബ്രോക്കിന്റെ ദേഷ്യവും അരിശവും തീരുന്നില്ലായിരുന്നു. സ്റ്റീൽ ചെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓബ ഫെമിയെ വീണ്ടും 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 ബ്രോക്ക് ലെസ്നർ തല്ലുകയുണ്ടായി. പിന്നീടായിരുന്നു നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്ന ദ ബീസ്റ്റ് ഇൻകാർണേറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ ആ ഒരു റിംഗ് മാറ്റ് കീറിപ്പൊളിച്ച് റിങ്ങിന്റെ മുകളിലുള്ള സ്പോഞ്ച് എല്ലാം തന്നെ എടുത്തു മാറ്റി അതിന് താഴെയുള്ള ആ ഒരു വുഡൻ ഷീറ്റ് കാണുന്ന രീതിയിൽ അവിടെ പൊളിച്ചെടുത്തു. ബട്ട് നമ്മൾ വിചാരിക്കാത്തൊരു മൂവ് തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. F5 ചെയ്യുമെന്ന് വിചാരിച്ച ബ്രോക്ക് ലെസ്നർ നമ്മുടെ അണ്ടർടേക്കർ ചെയ്യുന്നത് പോലെ അണ്ടർടേക്കറിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു റിംഗിൽ വെച്ച് ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ഓബ ഫെമിയെ ചെയ്യുകയുണ്ടായി. അതും ആ ഒരു വുഡൻ പാനലിന്റെ മുകളിലേക്ക്. അണ്ടർടേക്കർ എങ്ങനെയാണോ പിൻ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ബ്രോക്ക് ലെസ്നർ ഓബ ഫെമിയെ പിൻ ചെയ്തു നോക്കി. അദ്ദേഹത്തിന്റെ ഹെൽ ഇൻ എ സെൽ എതിരാളിയായിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കറിന്റെ ഒരു നല്ല ട്രിബ്യൂട്ട് തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ അവിടെ കൊടുത്തത്. ഇതിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഓബ ഫെമി എന്തോ വിരളി പിടിച്ചതുപോലെ അവിടെ നിന്നും എന്തൊക്കെയോ കളിക്കുകയുണ്ടായി. സ്റ്റീൽ ചെയർ കയ്യിൽ വെച്ച് നിന്നിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറിന്റെ കയ്യിലേക്ക് ഓബ ഫെമി ശക്തിയായി ഇടിച്ചു. ആ ഒരു സ്റ്റീൽ ചെയർ എടുത്ത് ദൂരേക്ക് കളയുകയുണ്ടായി. ബ്രോക്ക് ലെസ്നറെ അദ്ദേഹത്തിന്റെ പവർ ബോംബ് ചെയ്യുകയുണ്ടായി. ആൻഡ് ആ പവർ ബോംബിലൂടെ ഓബ ഫെമി വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. യെസ്, ബ്രോക്ക് ലെസ്നർ ആ ഒരു മാച്ചിൽ തോറ്റുപോയിരിക്കുന്നു. ബ്രോക്ക് തന്റെ കരിയറിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം മറ്റൊരു റെസ്ലറെ അനുകരിക്കുക എന്നുള്ളത്. ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം അണ്ടർടേക്കറിനായിരുന്നു. അങ്ങനെ ബ്രോക്ക് ലെസ്നറിനെതിരെയായിട്ടുള്ള 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് ഓബ ഫെമി ഈ ഒരു സീരീസിലെ വിന്നറായി മാറിയിരിക്കുന്നു. മത്സരശേഷം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓബ ഫെമിയുടെ അടുത്തേക്ക് ബ്രോക്ക് ലെസ്നറും പോൾ ഹേമാനും കടന്നു വന്നു. ബ്രോക്ക് നേരെ വന്ന് ഓബ ഫെമിയെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. ഓബയുടെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി. എന്നിട്ട് ബ്രോക്ക് ലെസ്നർ ഒരു മൈക്ക് കയ്യിലെടുത്ത് മിനസോട്ടയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ഒരു ഷീറ്റ് ഷോ കാണുന്ന ഫാൻസിനെ എല്ലാവരെയും കൂടി അഭിസംബോധന ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു WWE ഫ്യൂച്ചർ ഓബ ഫെമി. എന്നിട്ട് റിംഗിലേക്ക് ഓബ ഫെമിയെ ഒരിക്കൽ കൂടി വിളിക്കുകയുണ്ടായി. ഞാൻ WWE പാസ്റ്റാണ്, ഇതാണ് WWE ഫ്യൂച്ചർ ഓബ ഫെമി. എന്നിട്ട് ഓബയുടെ കൈ പിടിച്ച് ഉയർത്തുകയുണ്ടായി. അങ്ങനെ ബ്രോക്ക് ലെസ്നർ അവിടെ നിന്നും പോയി. ബ്രോക്ക് റിട്ടയർ ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു കാര്യവും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെസ്ൽമേനിയ 43 ബ്രോക്ക് ലെസ്നർ വിൽ റിട്ടേൺ. ഒരു ജൈജാന്റിക് ആയിട്ടുണ്ടായിരുന്ന ഒരു കിടിലങ്ങാടി ആയിട്ടുണ്ടായിരുന്ന സമ്മർ സ്ലാം ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡേവൺ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല, കിടിലനായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് CM Punk കോഡി റോഡ്സിന്റെ മാച്ചും ഓബ ഫെമി ബ്രോക്ക് ലെസ്നറുടെ മാച്ചും തന്നെയാണ്. വേറെ ലെവൽ മാച്ചുകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്മർ സ്ലാം ഡേ 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് മാച്ചാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഡേ 2 കഥകളുമായിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.